Hello friends, welcome to Home Tutor. I am your personal teacher Neepa Nipin. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്തു ഹൗ വെൻ ആൻഡ് വെയർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നും ബൈഹാർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്ക് എന്ത് പഠിച്ചാലും മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഓരോ ലൈനും ചാപ്റ്ററിൽ വായിച്ച് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തു പോകുന്നത്. സോ അതുവഴി നമുക്കൊരു ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഉണ്ടാവണം. ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന വഴി നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ചെയ്യുകയാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ സെഷൻസ് ഇതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സെഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ചെക്ക് ചെയ്യാനാണ്. എ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ജെയിംസ് മിൽ ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻടു 3 periods: ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ജെയിംസ് മിൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്. അത് ആ ഒരു ഡിവിഷനാണ് അദ്ദേഹം ചെയ്തത്. അത് ശരിയാണോ തെറ്റാണോ? ബി, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി തിങ്ക്. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ജനതകൾ ചിന്തിച്ചിരുന്നത് എന്നാണോ നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? The British thought surveys were important for effective administration. ബ്രിട്ടീഷുകാർ ചിന്തിച്ചിരുന്നു സർവേ നടത്തുന്നത് വഴി അവരുടെ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നടത്താൻ കഴിയുമെന്ന്. ഇത് ശരിയാണോ തെറ്റാണോ? Then second question, what is the problem with the periodization of Indian history that James Mill offer? ജെയിംസ് മിൽ പരാമർശിക്കുന്ന പീരിയഡൈസേഷൻ അത് ഇന്ത്യൻ ഹിസ്റ്ററിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തൊക്കെ ഡ്രോബാക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? വൈ ഡിഡ് ദ ബ്രിട്ടീഷ് പ്രിസർവ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചിരുന്നത്? Then finally, how will the information historians get from old newspapers be different from that found in police reports? ഓക്കെ, പോലീസ് റിപ്പോർട്ടുകളിൽ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും പഴയ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ്റെ തമ്മിലുള്ള ഒന്ന് ഡിഫറൻസിയേഷൻ ഒന്ന് പറയാൻ കഴിയുമോ എന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. മറ്റ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സെഷനെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് റാൻഡം ചേസ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ റാൻഡം ചേസ് വഴി നമ്മൾ പല ക്വസ്റ്റ്യൻസ് അവിടുന്നും ഇവിടുന്നും എല്ലാം എടുത്ത് ഷൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻട്രോ മുതൽ ഫൈനലി അതിൻ്റെ കൺക്ലൂഷൻ വരെയുള്ള ഓരോ ടോപ്പിക്സിൽ നിന്നും പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് റിട്ടൺ ബൈ. ആരാണ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എഴുതിയത്? സെക്കൻഡ് വൺ, ഹൂ ഡ്രൂ ദ ഫസ്റ്റ് മാപ്പ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ആരാണ് ആദ്യമായിട്ട് വരച്ചത്? അദ്ദേഹത്തിൻ്റെ പ്രസൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആദ്യത്തെ വ്യക്തി ആരാണ്? ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പം ഞാൻ ബ്രിട്ടീഷ് ഇന്ത്യ ആദ്യം ചോദിച്ചു. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കുന്നത് ഗവർണർ ജനറൽ ഇന്ത്യയുടെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അല്ല, ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ആരാണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ സിപ്പായി മ്യൂട്ടനി ബ്രോക്ക് ഔട്ട് ഇൻ. ഏത് വർഷമാണ് സിപ്പായി മ്യൂട്ടനി ബ്രോക്ക് ഔട്ട് ചെയ്തത്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. സിക്സ്ത് വൺ, വാട്ട് ഇസ് കാലിഗ്രാഫി? കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സെവൻത്ത് വൺ, സെൻസസ് ഇസ് കണ്ടക്റ്റഡ് ഫോർ. എന്തിനു വേണ്ടിയാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്? എയ്ത്ത് വൺ, സെൻസസ് ഇസ് കണ്ടക്റ്റഡ് ഇൻ എവറി ഡാഷ് ഇയേഴ്സ്. എത്ര വർഷങ്ങൾ കൂടുമ്പോഴാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നയൻത്ത് വൺ, ദ ബ്രിട്ടീഷ് ബിലീവ് ദാറ്റ് എ കൺട്രി ഹാഡ് ടു ബി പ്രോപ്പർലി നോൺ ബിഫോർ ഇറ്റ് കുഡ് ബി ഇഫക്റ്റീവ്ലി അഡ്മിനിസ്ട്രേഡ്. ഫോർ ദിസ് വാട്ട് ദേ ഹാവ് കണ്ടക്റ്റഡ്. ഒരു രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ആ ഒരു രാജ്യത്തെ വ്യക്തമായിട്ട് ആ ഒരു ഭരിക്കുന്ന രാഷ്ട്രം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ദെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്റോറിയൻസ് ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻടു. ഏതൊക്കെ തരത്തിലാണ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാവുന്ന രീതികൾ എന്തൊക്കെയാണ്? 11th one, specialized institutions were established to preserve important documents. What are they? ചില പ്രത്യേകതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ്, അതായത് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ
ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റെക്കോർഡുകൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണവ? ഹൂ ഇസ് എ ഗവർണർ ജനറൽ? ഒരു ഗവർണർ ജനറൽ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഇപ്പം നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലും ഫോർത്ത് ക്വസ്റ്റ്യനിലും ആ ഒരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗവർണർ ജനറൽ ആരാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്താണ്? Then 13th one, what was the opinion of James Mill about Asian society? ഏഷ്യൻ സൊസൈറ്റിയെ കുറിച്ച് ജെയിംസ് മില്ലിൻ്റെ ഒപ്പീനിയൻ, ചിന്താഗതി എന്തായിരുന്നു? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 14th one, കൊളോണിയലിസം. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് കോളനി? 15th one, what were the other surveys conducted by the Britishers? മറ്റ് സർവേകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സർവേസ് ആണ് ബ്രിട്ടീഷുകാർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റാൻഡം ചേസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ആൻസേഴ്സും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ആൻസർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമ്മൾ പല പല പാർട്ടുകളായിട്ട് ഈ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ആ ഒരു ടോപ്പിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം അത് കൂടുതൽ ഒന്നും കൂടി ഒന്ന് അത് കേട്ടതിന് ശേഷം വീണ്ടും ഈ ഒരു ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വാച്ച് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ആൻസേഴ്സ് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.